ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ ഒരു പെർഫോമർ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഇന്ന് ഏത് തരം പെർഫോമൻസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്, നമ്മളെ മനസ്സിൽ എത്രത്തോളം സന്തോഷിപ്പിക്കാൻ പോകുന്ന ആള് ആരാണ് എന്ന് അറിയാനുള്ളൊരു സമയമാണ്. നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് വരാൻ പോകുന്ന പെൺകരുത്ത്, ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ ചെയ്തിട്ടുള്ള, സംഗീതത്തിൽ ഒരുപാട് ജ്ഞാനമുള്ള ഒരു പേഴ്സണാലിറ്റി തന്നെയാണ്. നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു ശ്രീമതി കൃഷ്ണ വിജയൻ. റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. എന്തായാലും ഒരുപാട് വർഷത്തെ, അതായത് ഒരു 25 വർഷത്തോളമായി സംഗീതമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ ബ്രേക്ക് വന്നു, വോക്കൽ പ്രോബ്ലംസ് കാരണം ഒരു ബ്രേക്ക് വന്നു. അതിനുശേഷം സോപാന സംഗീതത്തിലേക്ക് തിരിഞ്ഞു. അങ്ങനെയാണ് ഇപ്പോൾ ഒരു തിരിച്ചു വരവ്. തീർച്ചയായിട്ടും അതെ. അപ്പോൾ എങ്ങനെയായിരുന്നു ആ ചേച്ചിയുടെ ആ കാലഘട്ടത്തിൽ, അതായത് ഇങ്ങനത്തെ ഒരു അസുഖം വരുന്നതിന് മുൻപുള്ള ഒരു സംഗീത ജീവിതവും ഇപ്പോൾ ഉള്ള ജീവിതവും തമ്മിലുള്ള വ്യത്യാസം? സംഗീത കോളേജിൽ ഗാനഭൂഷണം കഴിഞ്ഞ ശേഷം കുറച്ച് നാൾ പഠനം കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ശ്രീ ബ്രഹ്മാനന്ദൻ ചേട്ടൻ്റെ ഫീമെയിൽ വോയിസ് ആയിട്ട് പാടാനുള്ളൊരു അവസരം കിട്ടി. ഗാനമേള ചെറിയ പ്രായത്തിലാണ്. അതെ അതെ അതെ. അതിനുശേഷം പിന്നെ സ്കൂളിൽ ജോലി കിട്ടിയ ശേഷം ഒരിക്കലും എനിക്ക് ഈ രംഗത്തോട്ട് കടന്നു വരാൻ കഴിഞ്ഞിട്ടേയില്ല. കുറ്റിപ്പുറം ഗവൺമെൻറ് സ്കൂളിൽ 26 കൊല്ലം, അതിനുശേഷം ബാക്കിയുള്ള 9 വർഷം മൂന്നാർ സംഗീത അധ്യാപികയായിട്ട് ഇരിക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. അതിനുശേഷം റിട്ടയർ ചെയ്ത ശേഷമാണ് എനിക്കിങ്ങനെ എൻ്റെ മനസ്സിൽ ഒരു ആശയം, എൻ്റെ വോക്കൽ കോഡൊക്കെ ഇന്ന് കുറച്ച് അപ്പോഴത്തേക്കും റെസ്റ്റ് എടുത്തു കഴിഞ്ഞപ്പോൾ, വോക്കൽ നൊഡ്യൂൾസ് വന്നാൽ റെസ്റ്റ് എടുത്തു കഴിയുമ്പം മാറ്റം വരും. അപ്പോൾ കൂടുതൽ റെസ്റ്റ് എടുക്കാൻ എനിക്കൊരു അവസരം കിട്ടി ഈ റിട്ടയർമെൻറ്റ് കഴിഞ്ഞപ്പോൾ. അപ്പോൾ അങ്ങനെ ഞാൻ തന്നെ ഒരു സെലക്ഷൻ നടത്തി നോക്കിയതാണ്. ഒരു പക്ഷേ ചിലപ്പോൾ ഇവിടെ ഞാൻ വിജയിച്ചേക്കും, ഈശ്വരാധീനം വന്നൊരു സന്ദർഭമായിരിക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ രംഗത്തോട്ട് കടന്നു വന്നത് തുടക്കമാണ്. മനസ്സിലായി. അതെ, ഒരുപാട് അംഗീകാരങ്ങൾ ലഭിച്ചിരുന്നു ആ കാലഘട്ടത്തിൽ. തീർച്ചയായിട്ടും. അപ്പോൾ അതൊക്കെ ഒരു ദൈവാനുഗ്രഹം തന്നെയാണ്. ഉറപ്പായിട്ടും. ഇനി എങ്ങനെയാണ് സോപാന സംഗീതത്തെ എങ്ങനെയൊക്കെയാണ് ടീച്ചർ മുന്നോട്ട് കൊണ്ടുപോകാൻ? ഇതിന്റെ ഒരു തുടക്കം മാത്രമാണ്. അപ്പോൾ ഈ വോക്കൽ കോഡിന് ഇങ്ങനെ ഒരു വിഷമം ഉണ്ടായി കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ലാതെ, ഈ പാട്ട് ഞാൻ പാടിയാൽ എത്താൻ പറ്റുമോ, ഒരു ശ്രുതിയിൽ നിന്ന് തുടങ്ങി അടുത്ത ശ്രുതിയിലോട്ട് എത്തിക്കാൻ എനിക്കിനി എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ, അപ്പോൾ ഇത് കേൾവിക്കാർക്ക് എന്നെ അവർ അക്സെപ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഗീതജ്ഞയാണെന്ന് പറഞ്ഞിരിക്കാനുള്ള ഒരു അവസ്ഥയല്ലല്ലോ ആ ഒരു സന്ദർഭത്തിൽ നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു കുറച്ച് നമ്മളുടെ മനസ്സിൽ ആത്മവിശ്വാസം ഒന്ന് വന്നു. അപ്പോൾ ഇതൊരു വലിയ ആത്മസാക്ഷാത്കാരമാണ് എനിക്ക്. സന്തോഷം. ഞങ്ങൾക്കും അത് തന്നെയാണ്. കാരണം ഞങ്ങൾക്ക് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു വേദിയാണിത്. അപ്പോൾ ഇതേപോലുള്ള ആത്മവിശ്വാസത്തോടെ ജീവിതത്തിൽ മുന്നേറുന്ന സ്ത്രീകളെ പരിചയപ്പെടുത്താൻ സാധിച്ചതിൽ ഞങ്ങൾക്കും ഒരുപാട് സന്തോഷമുണ്ട്. ഫസ്റ്റ് ടെലിവിഷൻ ഷോ ആണ് അല്ലേ? തീർച്ചയായിട്ടും. അതെ. അപ്പോൾ അതിന് നല്ലൊരു കയ്യടി. ഇനി മുന്നോട്ടും ഒരുപാട് ഉയരങ്ങൾ ഉണ്ടാവട്ടെ. നമുക്ക് കൂടെ വന്നിരിക്കുന്ന അവരെ കൂടി ഒന്ന് പെട്ടെന്ന് പരിചയപ്പെടാം. എല്ലാവർക്കും നമസ്കാരം. പേരുകൾ പറയൂ. എന്റെ പേര് വിശാന്ത് എന്നാണ്. മകനാണ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഇത് വൈഫ്? എന്റെ വൈഫാണ്. പേര്? എന്റെ പേര് ഹിമ. ഇതാരാണ്? അനിയത്തിയാണ്. അനിയത്തിയാണ്. അവള് ടീച്ചറായിരുന്നു, റിട്ടയർ ചെയ്തു. പേരെന്താ ചേച്ചി? എന്റെ പേര് കവിത. കവിത ടീച്ചറായിരുന്നു അല്ലേ? പാട്ടായിരുന്നു അത് വേറെ സബ്ജക്ട്? അല്ല, വേറെ സബ്ജക്ട്. മറ്റേ മോനും എന്റെ സുഹൃത്തിന്റെ ഒരു റിലേറ്റീവ്. അതെ, അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടാം. പേര്? എന്റെ പേര് അരുൺ നാരായണൻ എന്നാണ്. അരുൺ നാരായണൻ. ഇടയ്ക്ക, അതായത് ടീച്ചറിന്റെ കൂടെ എപ്പോഴും ജോയിൻ ചെയ്യുന്ന ആളായിരിക്കും അല്ലേ? എന്തായാലും നിങ്ങളെ എല്ലാവരും കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം.